ഡ്രോയിങ്സ് ആൻഡ് റിപ്പോർട്ട്സിൽ നമ്പറിംഗ് സെറ്റിങ്സ് എടുക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമ്പറിംഗ് ചെയ്യുന്നൊരു മോഡൽ, അതായത് ഇനീഷ്യൽ നമ്പറിംഗ്, ഫസ്റ്റ് ടൈം നമ്പറിംഗ് ചെയ്യുന്നൊരു മോഡലിൽ റീനമ്പർ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക. റീനമ്പർ ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തേക്കുന്ന മോഡലിലുള്ള എല്ലാ മെമ്പേഴ്സിനും നമ്പറിംഗ് എഫക്റ്റ് ആവട്ടെ എന്നുള്ളതാണ് റീനമ്പർ ഓൾ. ഇനി കണ്ടീഷൻസ് കൊടുക്കണം. ന്യൂ എന്ന് പറയുന്നത് ടേക്ക് ന്യൂ നമ്പറും മോഡിഫൈഡ് ടേക്ക് ന്യൂ നമ്പറും, അതായത് ഇതെല്ലാം ആദ്യമായിട്ട് നമ്പറിംഗ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ നമ്പർ വേണം എല്ലാത്തിനും അലൗട്ട് ചെയ്ത് വരാനായിട്ട്. ഇനി നമ്മൾ അപ്ലൈ ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ അപ്ലൈ ഓക്കെ. ഇപ്പോൾ സെറ്റിങ്സേ ആയിട്ടുള്ളൂ. ഈ സെറ്റിങ്സ് പ്രകാരം നമ്പറിംഗ് പെർഫോം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം ഓപ്ഷൻ. ഇപ്പോൾ ഡ്രോയിങ്സ് ആൻഡ് റിപ്പോർട്ട്സിൽ ഇവിടെ പെർഫോം നമ്പറിങ്ങിൽ നമ്പർ മോഡിഫൈഡ് ഒബ്ജക്ട്സിൽ ഇതിൽ ക്ലിക്ക് ചെയ്താലേ നമ്പറിംഗ് എഫക്റ്റ് ആവത്തുള്ളൂ. ഇവിടെ ഈ ഒരു അലേർട്ട് ചോദിക്കുന്നത് നമ്മൾ റീനമ്പർ റോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല, നമ്മൾ റീനമ്പർ റോൾ സെലക്റ്റഡ് യെസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് നമ്പറിങ്ങും അസൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡയലോഗ് ബോക്സ് വന്നു കഴിഞ്ഞാൽ അസൈൻ നമ്പേഴ്സ് എന്ന് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അസൈൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം കേട്ടോ. ലേറ്റസ്റ്റ് വേർഷനിൽ അങ്ങനെ വരുന്നുണ്ട് അസൈൻ നമ്പേഴ്സ്. അപ്പോൾ അസൈൻ നമ്പേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്പറിങ്ങും അപ്പോൾ ഓട്ടോമാറ്റിക്കലി അലോട്ട് ചെയ്ത് വന്നോളൂ. ഇനി വൺസ് നമ്പറിങ് കഴിഞ്ഞൊരു മോഡലിൽ ഇനി ഏത് മോഡൽ കറക്ഷൻ ചെയ്യേണ്ടി വന്നാലും എന്ത് മൈനർ ചേഞ്ചസ് ആയാലും നമ്മൾ വീണ്ടും പെർഫോം നമ്പറിങ് ചെയ്യണം, എന്നാലേ നമ്പറിങ് എഫക്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഡ്രോയിങ് ഓൾറെഡി ഡ്രോയിങ് ജനറേറ്റ് ആവത്തില്ല, ഫാബ്രിക്കേഷൻ ഡ്രോയിങ്സ് ഒന്നും ജനറേറ്റ് ആവത്തില്ല. പിന്നെ നമ്മൾ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കാണിക്കും നമ്പറിങ്ങിൽ. ഇനി എന്തെങ്കിലും മോഡൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മോഡൽ കറക്ഷൻ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ നമ്പറിങ് സെറ്റിങ്സിൽ പോവാം, റീനമ്പർ ഓൾ അൺടിക്ക് ചെയ്യുക. ഇനി ന്യൂ എന്ന് പറഞ്ഞ് മാറ്റി കമ്പയർ ടു ഓൾഡും എടുത്ത് അപ്ലൈ ഓക്കെ ചെയ്യാം. എന്നിട്ട് വീണ്ടും പെർഫോം നമ്പറിങ്ങിൽ ലാസ്റ്റ് ഓപ്ഷൻ നമ്പർ മോഡിഫൈഡ് ഒബ്ജക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്പറിങ് എഫക്റ്റ് ആവുള്ളൂ. ഇപ്പോഴും ആ ഡയലോഗ് ബോക്സ് വരും, അസൈൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് വന്നാലും അസൈൻ നമ്പേഴ്സ് ക്ലിക്ക് ചെയ്യാം.